ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഈ ബൈബിൾ സ്റ്റഡി മുഖാന്തരം ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഇത് പ്രത്യേകിച്ച് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബൈബിൾ സ്റ്റഡി പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ടാണ് കിട്ടുന്നതെങ്കിലും അതിനെ ശ്രദ്ധിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ പല തെറ്റായ ധാരണകൾക്കും ഒരു വ്യത്യാസം വരുവാനും കഴിയും. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും കഴിയും. എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് നമ്മെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നതിന് പ്രകാരം ആക്കി തീർക്കുവാനും കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ എഫേർട്ട് കൊണ്ടല്ല, നമ്മളത് പക്ഷേ നമ്മുടെ ആഗ്രഹവും നമ്മുടെ എഫേർട്ടും വേണം. എന്നാൽ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ആക്കി തീർക്കുന്നത് നമ്മുടെ ആഗ്രഹം മാത്രമല്ല, നമ്മുടെ ആഗ്രഹത്തോടൊപ്പം പരിശുദ്ധാത്മാവാണ് നമ്മളെ അങ്ങനെ മാറ്റിയെടുക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള ചില കാരണങ്ങളൊക്കെയാണ് ഈ ബൈബിൾ സ്റ്റഡി മുഖാന്തരം ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ഈ ബൈബിൾ സ്റ്റഡി നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്കതിനായിട്ട് ഒരു വാക്യം വായിക്കാം. ബുക്ക് ഓഫ് എഫെസ്യൻസിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്ന് 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം 15-ാം വാക്യം മാത്രം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. പിന്നെ അടുത്ത 16-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇവിടെ ആകയാൽ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആകയാൽ എന്നുള്ള ആ വാക്കോടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതിന് ഒരു മുമ്പിലെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്പോൾ ആകയാൽ എന്നുള്ള ആ വാക്ക് വന്നതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ട് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യമാണ് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതൊന്ന് അതിൻ്റെ 8-ാം വാക്യം അതിൻ്റെ 5-ന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇരുളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പകലും രാത്രിയും സാധാരണ കണ്ടുവരുന്ന ആ ഇരുളിനെ കുറിച്ചല്ല. പിന്നെയോ സ്പിരിച്വലായിട്ടുള്ള ഇരുൾ എന്ന് പറഞ്ഞാൽ, ഇരുളെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കുള്ള വഴി ഏതെന്നറിയത്തില്ല, എങ്ങനെ പോകേണ്ട തരത്തിൽ ഇഷ്ടം പോലെ ജീവിക്കും എന്നുള്ളതല്ലാതെ, മീൻസ് അതിനകത്തൊരു എന്താ പറയുന്ന മോറൽ സൈഡോ ഒന്നും ഇല്ലാത്ത ഒരു ജീവിതത്തെ, ഈ ലോകപരമായിട്ടുള്ള ജീവിതത്തെ, കൺട്രോൾ ഇല്ലാത്ത ഒരു ജീവിതത്തെ, നിയന്ത്രണമില്ലാത്ത ജീവിതത്തെ, അല്ലെങ്കിൽ ഒരു മര്യാദകളും പാലിക്കാനില്ലാത്ത ജീവിതത്തെ, പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള ഒരു ടച്ചും ഇല്ലാത്ത അങ്ങനെയുള്ള ഒരു ജീവിതത്തെയാണ് ഇരുളെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവമില്ലാത്തവരും ദൈവത്തെ മാനിക്കാത്തവരും സത്യദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാത്തവരെല്ലാം ആ ഇരുളിൽ താമസിക്കുന്നവർ. അങ്ങനെ എന്നാലും അവർക്ക് പലർക്കും ഉണ്ട്, ഞങ്ങൾ ഇരുളിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയ ഇരുളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന്, ശരിയായിട്ടുള്ളതിലല്ല ഞങ്ങൾ പോകുന്നത് എന്നുള്ള അറിവുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞ് അവർക്ക് വേണ്ടി വെളിച്ചം ഉദിച്ചു, അവർക്ക് ആ വെളിച്ചത്തിലേക്ക് വരാൻ. അതായത് ശരിയായ വെളിച്ചം എന്തെന്നുള്ളത് ദൈവ സ്വർഗത്തിൽ നിന്ന് പ്രകടമാക്കി അതിലേക്ക് വരാം. അങ്ങനെ താല്പര്യം അവരെ ആകർഷിക്കാൻ കൂടായിട്ടാണ് പുതിയ കർത്താവ് യേശു ക്രിസ്തു സുവിശേഷങ്ങളിൽ കൂടെ കർത്താവ് പ്രകടമായതുമൊക്കെ. വെളിച്ചം വന്നു, ലോകത്തിൽ വെളിച്ചം വന്നു, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം വന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. അപ്പം നമ്മുടെ പഴയ അവസ്ഥ പറയുന്നത് എന്താ? നമ്മൾ അങ്ങനെ ആയിരുന്നു, നമ്മൾ ഈ ലോകത്തിലുള്ള മനുഷ്യരായിരുന്നു. അപ്പം എങ്ങനെ ആയിരുന്നു? അവരെ പോലെ തന്നെ നമ്മളും ഇരുളായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിലും ആത്മീയമായിട്ടുള്ള പ്രകാശം ഇല്ലായിരുന്നു. ഞാൻ ഈ ആകയാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ടേ പറയുന്നത്. നമ്മൾ പഴയ എന്തായിരുന്നു? നമ്മൾ പഴയ മനുഷ്യരെ പോലെ ഒന്നും അറിയാൻ വയ്യാത്തവരും എന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ട് ഒന്നും അറിയാൻ വയ്യാത്തവരെന്ന് പറഞ്ഞാൽ
സത്യദൈവത്തെ അറിയാൻ വയ്യാത്തവരാണ്. നമ്മൾ പലതിനെ കണ്ടതിനെയൊക്കെ ആരാധിച്ച് വന്നവരും അവരൊക്കെ ചെയ്തു വന്നവരും അവർ പറഞ്ഞൊക്കെ കേട്ടുമൊക്കെ നടന്നവരും പാരമ്പര്യത്തിൻ്റെ ഒക്കെ പുറകെ പോയവരും നമ്മുടെ മാതാപിതാക്കളൊക്കെ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നവർ നമ്മൾ സത്യത്തെ അന്വേഷിക്കുകയോ കണ്ടെത്തിയോ ഉള്ളവരൊന്നും ആയിരുന്നില്ല. അപ്പം നമ്മൾ ആ ഒരു രീതി പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്ന് പറയാനാണ് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ദൈവ പദ്ധതിയിലേക്ക് നിങ്ങൾ വന്നും നിങ്ങളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതും ദൈവം നിങ്ങളെ ദൈവത്തിന് സ്വന്തമാക്കിയതും ദൈവത്തിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയതും ഒക്കെ നിങ്ങൾ അറിഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിഹീനരാകാതെ നിങ്ങൾ പഴയപടി ജീവിക്കരുത്. ഒക്കെ നമ്മളിൽ പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും പഴയ ആ മനുഷ്യരുടെ കൂടെ തന്നെ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെയാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലും അവരുടെ ആ രീതി സ്വീകരിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പം അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആദ്യം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളിൽ വന്ന വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങൾ പഴയതുപോലെ തന്നെ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ആ ഇതിലേക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളിലെ നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പും നിങ്ങൾക്ക് വന്ന വ്യത്യാസവും നിങ്ങൾ ആരാണെന്നുള്ള ബോധവും നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നില്ല എങ്കിൽ, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലോ നടക്കുന്ന കാര്യമല്ല. മനസ്സിലായോ? പലർക്കും ചില തെറ്റായ ധാരണകളുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? നമ്മൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ സ്വീകരിച്ചു, ഓക്കെ, അപ്പം പിന്നെ ഇനി എന്നാ? പക്ഷെ എന്നാലും നമ്മൾ പഴയ മനുഷ്യർ തന്നെയാണ്. ആ ഒരു ബേസാണ് നമ്മുടെ കിടക്കുന്നത്, പഴയ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുന്ന എന്നാ? നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രമിക്കണം, ഞാൻ ശ്രമിച്ച് കാരണം എന്നറിയാം, ദൈവത്തെ പ്രസാദിപ്പിക്കാനും ആ ആത്മീയ ജീവിതം നയിക്കാനുമായിട്ട് ഞാൻ ശ്രമിക്കണം. അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് സാധാരണ മനുഷ്യരൊരാളായി നിങ്ങളെ കണ്ടുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞു. ആ കിട്ടിയതുകൊണ്ട് നിങ്ങൾ സാധാരണ മനുഷ്യരൊരാളല്ല എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ട്. അതിനുള്ള ചില വാക്യങ്ങളൊക്കെയാണ് നിങ്ങളെ ആദ്യം ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാം, സാധാരണ മനുഷ്യരായിട്ട് നിന്ന് ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുന്ന രീതിയല്ല ക്രിസ്ത്യാനിത്വം. സാധാരണ മനുഷ്യരിൽ നിന്ന് സത്യം അറിഞ്ഞതുകൊണ്ട് എനിക്ക് അതുപോലെ ആകണമെന്നുള്ള നിർബന്ധത്താൽ ഞാൻ അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് ശ്രമിച്ച് നന്നാകുന്ന ഒരു രീതിയല്ല ക്രിസ്തീയത്വം. പിന്നെന്താണെന്നറിയാമോ? ദൈവസ്നേഹം നിമിത്തം, ദൈവത്തിൻ്റെ ഇഷ്ടം നിമിത്തം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടിരുന്നതനുസരിച്ച് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തവരും ഓക്കെ യഥാസ്ഥാനത്ത് നമ്മളെ വിളിക്കുകയും നമ്മളിൽ പല വ്യത്യാസങ്ങൾ ദൈവം വരുത്തുകയും വരുത്തി. അപ്പം നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ വേറിട്ടൊരു ജനമാക്കി ദൈവം നമ്മളെ മാറ്റി. അത് എല്ലാ രീതിയിലും മാറ്റി, എസൻസിലും മീനിങ്ങിലും എല്ലാം മാറ്റി. ആ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് നമ്മുടെ ആ വ്യത്യാസം മനസ്സിലാക്കി. ഇപ്പം നമ്മൾ നന്നായിട്ട് ജീവിക്കേണ്ടത് സത്യം അറിഞ്ഞത് കൊണ്ടല്ല. സത്യം അറിഞ്ഞെന്നുള്ളത് സത്യം തന്നെ. പിന്നെന്താണെന്നറിയാം, നമ്മൾ ദൈവരീതിയിൽ ജീവിക്കേണ്ടത് നമ്മൾ ദൈവ മക്കളായതുകൊണ്ടാണ്. ദൈവമക്കൾ അല്ലാതെ നമ്മൾ സാധാരണ ആദാമിന്റെ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള സാധാരണ മക്കളായിരുന്നു, സാധാരണ ജനങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ നന്നായിട്ട് ജീവിക്കാൻ ഇവിടെയൊക്കെ എത്രയോ നല്ല ആൾക്കാർ അങ്ങനെ ശ്രമിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് വന്ന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണ്? നമ്മൾ പഴയ ലൈഫ് അല്ല. നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യൻസ് 5:17 ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 5:17. നമ്മൾ ചില വാക്യങ്ങൾ വാചനത്തിൽ നിന്നെടുത്ത് വായിക്കാം. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ 5:17 കണ്ടോ? അതിനകത്ത് ഞാൻ മലയാളത്തിലാണ് വായിക്കുന്നത്. നിങ്ങളുടെ പുസ്തകം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയുള്ളൂ. 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആദ്യത്തെ ആ വാക്യം നോക്കിക്കേ. നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ, നിങ്ങൾ ക്രിസ്തുവിലാണോ? എങ്ങനെ? നിങ്ങൾ ക്രിസ്തുവിലോട്ട് കയറിയതാണോ? നിങ്ങളെ ആരെങ്കിലും ക്രിസ്തുവിലാക്കിയതാണോ? ദൈവം നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു, അല്ലെ ക്രിസ്തുവിലാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു, അല്ല ദൈവത്തെ അറിയാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ദൈവം നിങ്ങളെ ആരിലാക്കി? അപ്പൊ അങ്ങനെ ക്രിസ്തുവിലാക്കി എന്നുള്ള ആ സത്യം നിങ്ങൾ അറിയണം.
നേരത്തെ നിങ്ങൾ ക്രിസ്തുവിന് വെളിയിലായിരുന്നു. ദൈവത്തെ ദൈവമില്ലാത്തവരും ക്രിസ്തുവിനെ കൂടാത്തവരും ക്രിസ്തുവിനോടുകൂടെ ചേർക്കാത്തവരും ഒക്കെയായി വേറിട്ടൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഐഡന്റിറ്റി ലോകത്തിലല്ല, നിങ്ങളെ വേറൊരു സെക്ഷനിലേക്ക് മാറ്റി നിങ്ങളെ ക്രിസ്തുവിലാക്കി. ആ ഒരു വ്യത്യാസം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ക്രിസ്തുവിലാക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പഴയത് കഴിഞ്ഞു പോയി. എന്താ ഈ പഴയത് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ? പഴയത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആദാമ്യ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള സിസ്റ്റം എല്ലാം കഴിഞ്ഞുപോയി. കാരണം ആദാമിൽ കൂടെ വന്ന പാപസംബന്ധമായിട്ടുള്ള ആ പാരമ്പര്യത്തിൽ കൂടെ വന്ന മനുഷ്യരിൽ ഇനി നിങ്ങളെ എണ്ണപ്പെടത്തില്ല. കാരണം ക്രിസ്തുവിൽ കൂടെ നമുക്ക് പാപപരിഹാരത്തിനുള്ള മാർഗം വന്നപ്പോൾ നമ്മളത് സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ആ പാപപരിഹാര ബലിയിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതിനെ സ്വീകരിച്ചപ്പോൾ നമ്മളെ കർത്താവ് നീതിമാന്മാരാക്കി റൈച്ചസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന്റെ കൂടെ ചേർത്തു, കർത്താവിന്റെ കൂടെ ചേർത്തു. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്ന് ദൈവം എഗ്രി ചെയ്തു. പക്ഷെ ദൈവം ചെയ്യുകയും ചെയ്തു. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മളതിനെ നോക്കാം. നമ്മളെ വീണ്ടും നമ്മൾ ഭൂമിയിലുള്ള ഒരാൾ നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ ആത്മീയ ജീവിതത്തെ കണ്ടാൽ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. ആദ്യം നിങ്ങളിൽ വന്ന പുതിയ സൃഷ്ടി എന്നുള്ള സത്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പഴയ മനുഷ്യല്ല, നിങ്ങൾ പഴയ മനുഷ്യരിലുള്ള ഒരാളല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഫോർമാലിറ്റീസിലോ ടീച്ചിങ്സിലോ അതനുസരിച്ച് ജീവിച്ച് കാണിച്ച് ഒരാളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നവരല്ല. അതല്ല. പിന്നെ എന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവമക്കളായതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നല്ല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളിവിടെ നല്ലതായിട്ട് ജീവിക്കുന്നതും നിങ്ങളുടെ സ്വഭാവ രൂപീകരണം നടത്തുന്നതും സ്വഭാവ രൂപത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുണ്ട്. പക്ഷെ എന്ന് കരുതി നിങ്ങളൊരു നല്ല പൈതലായിട്ട് ജീവിച്ച് ദൈവത്തെ കാണിച്ച് പ്രസാദിപ്പിക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എടുക്കാതെ എന്തിനാണ് എടുക്കേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾക്ക് വന്ന വ്യത്യാസത്തിൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ ക്യാരക്ടറിലേക്ക് നമ്മളുമായി തീരണമെന്ന് നമുക്ക് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം എടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ സ്വയം നന്നായി ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള നിശ്ചയമായിട്ടുള്ള കാര്യം തന്നെ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എപ്പോഴാണ്? അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ എന്ത് വിളിച്ചെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ രീതിയിൽ ജീവിക്കുക. അതിനോട് പറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ക്രിസ്തുവിനോട് ചേരാൻ പോകുന്നത്. നമ്മൾ പുതിയ സൃഷ്ടിയാ. ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നു. ഇപ്പോൾ നേരത്തെ ആദാമ്യ പാരമ്പര്യത്തിലായിരുന്നു. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യം പോയി. അപ്പൊ പിന്നെ ഇപ്പൊ ഏത് പാരമ്പര്യത്തിലാ? നമ്മളെ ആരോടുകൂടെ ചേർത്തു? അപ്പൊ ആദ്യത്തെ ആദാമായിട്ടുള്ള ആദാമിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി ഒടുക്കത്തെ ആദാമായിട്ടുള്ള ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലേക്ക് നിങ്ങളെ മാറ്റിയപ്പോൾ നിങ്ങളുടെ എൻ്റയർ സിസ്റ്റം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അതുവരെയുള്ള പാപത്തിന്റെ എല്ലാം ചെയ്തപ്പോൾ നിങ്ങളെ പാപി എന്നുള്ള ലേബലിൽ നിന്ന് ദൈവം മാറ്റിയിട്ട് നീതിമാൻ എന്നുള്ളതിലേക്ക് മാറ്റി. അപ്പൊ ചോദിക്കും, നീതിമാൻ പിന്നീട് തെറ്റ് ചെയ്യുന്നില്ല? തെറ്റ് ചെയ്യുന്നുണ്ട്. അവനെ പിന്നെ പാപിയായിട്ട് കണക്കാക്കുന്നില്ല. ആ തെറ്റിന് വേണ്ടി നിനക്ക് പ്രായശ്ചിത്തത്തിനായിട്ട് ദൈവം കർത്താവ് ഇപ്പം നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി എന്താ പറയുന്നേ, പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഒക്കെ നമുക്ക് വേണ്ടി അഡ്വക്കസി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ ആദ്യം നിന്ന് കഴുകിക്കൊണ്ടിരുന്നാൽ മതി, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലാതെ പഴയ ആദാമത്തിന്റെ പാപിയുടെ ആ കണ്ടിന്യൂറ്റി നമ്മളിൽ ഇല്ല. അപ്പൊ ഈ വന്ന വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്നാണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം, നമ്മളിപ്പോഴും നമ്മളെ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യരായിട്ട് നമ്മൾ പിന്നെ ക്രിസ്തുവിലായതുകൊണ്ട് ഇച്ചിരി നന്നായിട്ടൊക്കെ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മൾ ആ എഫർട്ട് രീതിയിലാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തെ കാണുന്നത്. എന്നാൽ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതല്ല. പിന്നെ എന്താണ്? നിങ്ങൾ ദൈവമക്കളായതുകൊണ്ട്. ഇപ്പൊ ഞാനൊരു നല്ലൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കാക്കക്കുഞ്ഞിന് പരുന്തൻ കുഞ്ഞാകാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തുതിരിക്കട്ടെ. കാക്കക്കുഞ്ഞിന് പരുന്തൻ കുഞ്ഞാകാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തുതിരിക്കട്ടെ. അങ്ങനെ ഒരു സിസ്റ്റം ദൈവം അത് വെച്ചു. അപ്പോൾ കാക്കക്കുഞ്ഞിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിന്നെ പരുന്തൻ കുഞ്ഞാക്കാനുള്ള സിസ്റ്റം. അത് ഇനി മുതൽ നീ പരുന്താണ് എന്ന് ദൈവം അവനോട് പറഞ്ഞു. പക്ഷെ അവൻ ചെന്ന് വീണ്ടും കാക്കകളിലൂടെ നടന്നിട്ട് പിന്നെ അവരോട് പറയുക ഞാൻ പൈതലാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവൻ ചെയ്യേണ്ടത് അതല്ല.
ദൈവം അവനോട് നീ പരുന്തൻ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ നീ നിന്റെ ഈ കൂട്ടുകെട്ട് വിട്ടിട്ട് പരുന്തൻ കുഞ്ഞുങ്ങളുടെ കൂട്ടിലേക്ക് പോകുവാനും അവരുടെ ചേരുവാനും അവരുടെ സിസ്റ്റം പഠിക്കുവാനും അവരുടെ രീതിയിലാകാനും, അത് ചെയ്യുന്നത് നിങ്ങൾ ഈ കാക്കകളുടെ ഇടയിൽ നിന്നുകൊണ്ടൊരു നല്ല കാക്കയാകാനല്ല ശ്രമിക്കുന്നത്. നിങ്ങൾ എന്താണോ അതിൽ ചെന്ന് അതായി തീരാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ പറയാം. മറിയ ഓക്കെ, മറിയെ കർത്താവ് തൻ്റെ പുത്രന് ഭൂമിയിൽ വരുവാൻ വേണ്ടിയിട്ട് കർത്താവ് തെരഞ്ഞെടുത്തു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഗർഭിണിയാകും, പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാകും, വരുന്ന ഒരു പ്രജ മനുഷ്യ പാപങ്ങളെല്ലാം മാറ്റുന്നുണ്ട്, ഞാൻ യേശു എന്ന് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഫസി ഗബ്രിയേൽ ദൂതനിൽ കൂടെ കൊടുത്തായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അവൻ ഗർഭിണിയായി കഴിഞ്ഞപ്പം മറിയ ചെയ്ത ഒരു കാര്യം ശ്രദ്ധിച്ചോ? മറിയ വളരെ മൈലുകൾ നടന്ന് മലനാട്ടിൽ ചെന്ന് അവിടെ ഒരു യോഹന്നാൻ സ്വാമിന്റെ അമ്മയായിട്ട് വന്ന എലിസബത്തിന്റെ അടുക്കൽ പോയി. അത് മലനാട്ടിലെന്നാ പറഞ്ഞിരിക്കും. അത്രയും ദൂരം നടന്ന് അവിടെ ചെന്നു. കാരണം എന്താ അവളവിടെ പോകാൻ കാരണം അവൾക്ക് കിട്ടിയ, മറിയയ്ക്ക് കിട്ടിയ അതേ കൃപ ഇപ്പൊ ആർക്കും കിട്ടിയിട്ടുണ്ട്. സോറി, എലിസബത്തിന് കിട്ടിയ ആ കൃപ ഇപ്പോഴും ഇവൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ വേറൊരാളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് അവൾ വിചാരിച്ചെന്നറിയാം, ഈ കാര്യങ്ങൾ അറിയാവുന്ന മനസ്സിലാക്കുന്ന അവരുടെ അടുത്ത് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതേപോലെ അവൾക്ക് മനസ്സിലായി സാധാരണ മനുഷ്യരിൽ നിന്ന് വേറിട്ടൊരു കോള് മറിയയ്ക്ക് കിട്ടിയെന്ന് മറിയയ്ക്ക് മനസ്സിലായി. സാധാരണ മനുഷ്യരിൽ നിന്ന് എലിസബത്തിന് വേറൊരു കോള് കിട്ടിയെന്ന് എലിസബത്തിന് മനസ്സിലായി. എന്നാൽ ഇവർക്ക് രണ്ടുപേരും വേറിട്ടൊരു കോളാണ് വന്നതെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും അറിയാം, പക്ഷെ ലോകം അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവർക്ക് എന്താണോ കോള് കിട്ടിയത് അവർ തമ്മിൽ ഒരുമിക്കാൻ ശ്രമിക്കണം, അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അത് എന്തിനാണെന്നറിയാമോ? ഈ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാനല്ല, മറിച്ച് ആ വിളിക്കനുസരിച്ച് അവർക്ക് മാറി വരേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവരെ പോകുന്നത്. ഞാൻ ഈ പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അറിയണം. നിങ്ങൾ ക്രിസ്ത്യാനികളായത് ഈ ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ച്, നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് ആ സത്യത്തെ നിങ്ങൾ എടുത്തുകൊണ്ട് അതിന് ഇംപ്രൂവ് ചെയ്യണമെന്നുള്ള താല്പര്യമായിരിക്കണം നിങ്ങൾക്ക്. ആ ഒരു സ്റ്റേജിലേക്ക് എനിക്ക് വേണം, ക്രിസ്തുവിന്റെ ആ ക്യാരക്ടറിലേക്ക് എത്തണം. എനിക്ക് അങ്ങനെ ദൈവപൈതലായിട്ട് ആക്കി, എന്നെ ദൈവപൈതലായിട്ട് മാറ്റി ആ ദൈവപൈതൽ എന്നുള്ള സത്യത്തിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടുവരണം. അല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് മറ്റൊരാളുടെ മുമ്പിൽ ദൈവപൈതൽ ഇങ്ങനെ അങ്ങനെ ജീവിച്ച് മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കി, നിങ്ങൾക്ക് വന്ന് വ്യത്യാസം മനസ്സിലാക്കി. നമുക്ക് വ്യത്യാസം വന്ന് കാക്കയോട് പറഞ്ഞ് നീ പരുന്തായെന്ന് പറഞ്ഞാലും കാക്കയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതാണ് കൂടുതലും ക്രിസ്ത്യൻസിന് പറ്റുന്നത്. നമ്മളിൽ വന്ന ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ, ഒരു ക്രിസ്ത്യാനിയിൽ വന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ അവനെ ദൈവത്തെ പൈതലാക്കി തീർത്തു, അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. അവനെ സ്വയം ദൈവം പുതിയ സൃഷ്ടിയായി എന്ന് പറയുമ്പോഴും അവൻ വിശ്വസിക്കുന്നില്ല അവനൊരു പുതിയ സൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സത്യം കൊണ്ട് ഒരു അർത്ഥമാകുന്നില്ല. നിങ്ങൾക്കൊരു വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഫസ്റ്റ് കൊറിന്ത്യൻസ് അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 6th ചാപ്റ്റർ അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 6:19. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ഞങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഒന്ന് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, ഓക്കെ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ, വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താൻ കൊള്ളുന്നവരല്ല എന്നും അറിയുന്നില്ലയോ? സത്യത്തിൽ ഇതൊക്കെ വായിക്കുന്നുണ്ടേ സന്തോഷമൊക്കെ ഉണ്ടാകുമെങ്കിലും ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കുള്ളവരല്ല, താങ്കൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. അപ്പം ഞാൻ അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റിയ ഒരു കമ്മോഡിറ്റിയാണോ ഞാൻ? പിന്നെ നിങ്ങൾക്കുള്ളവരല്ല, അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ട് എന്തോ അർത്ഥം? ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കും
ആദ്യമേ നമ്മുടെ മനസ്സിൽ പിശാച് കൊണ്ടുവരുന്നത്, നമ്മുടെ തിങ്കിങ് കൊണ്ടുവരുന്നത്. പക്ഷെ എന്നാൽ അതിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാണാനാണ്, മനസ്സിലാക്കാനാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പല ആത്മീയ അർത്ഥങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഒരു കാര്യം പറയാനായിരിക്കും. ദൈവത്തിൻ്റെ ദാനമായി, ഇതൊരു ദാനമാണ്. അത് ദാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട്, നിശ്ചയമായിട്ട് ഫ്രീ ആയിട്ട്. കാരണം ദൈവിക ദാനങ്ങളൊന്നും വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് മേടിക്കാൻ പറ്റും, രക്ഷ വില കൊടുത്ത് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ വില കൊടുക്കാനാണെങ്കിൽ എന്തോ കൊടുക്കും, അല്ലേ? അത് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, നീ ഒരു മനുഷ്യന്റെ രക്ഷിക്കാൻ, അവൻ്റെ മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ എന്ത് വില കൊടുക്കാൻ പറ്റും? അവൻ എന്ത് കൊടുത്ത് മേടിക്കാൻ പറ്റും? അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്. ഫ്രീ ആയിട്ട് തരുമ്പോൾ പലപ്പോഴും നമ്മൾ വില കൊടുക്കാറില്ലെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം അത് വില കൊടുത്ത് വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലായി? അല്ലാതെ വിലയില്ലാത്തതുകൊണ്ടല്ല, അത്രമാത്രം വിലയുള്ളത് കൊണ്ടാണ് അങ്ങനെ ദാനമായിട്ട് തരുന്നത്. അത് നമ്മുടെ ഭാഗ്യത്തിന് ആവശ്യമായത്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതുകൊണ്ടാണ്, നമ്മുടെ ഭാവിക്ക് ആവശ്യമുണ്ട് ദൈവം ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിന് വിലയില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായി എന്നിവിടെ പറയുമ്പോൾ അത് വെറുതെ വില കിട്ടിയതാണെന്ന് അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അത് ഏറ്റവും വില കൂടിയതാണ്, എനിക്കത് സ്വയമേ വാങ്ങാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ദൈവം തന്നാണെന്നുള്ള അർത്ഥത്തിലാണ് അത് കാണേണ്ടത്. അല്ലാതെ പലപ്പോഴും നമ്മൾ ദാനമായി കാണുമ്പം സാധാരണ രീതിയിൽ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലോ എന്നുള്ള ആ ഒരു എന്താ പറയുന്നത്, ഒരു നെഗ്ലിജന്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതല്ല, മറിച്ച് നേരെ തിരിച്ചാണ് വേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ വിലയും മഹത്വവും എന്നെക്കൊണ്ട് ഒരിക്കലും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് പ്രാപിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ദൈവം തൻ്റെ സ്നേഹത്തിൽ അത് മുഴുവൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ആ ദാനത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നുള്ളൂ. അതാണ് ഈ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കണം. ഇപ്പം ദാനം എന്ന് പറഞ്ഞാൽ ആ ദാനം ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണോ ആ അർത്ഥത്തിൽ കാണണം, അല്ലാതെ നമ്മളിവിടെ ദാനം കാണുന്നതിനെ പോലെയല്ല ദൈവത്തിൻ്റെ ദാനത്തെ കാണുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി, ഓക്കെ, അത് വിലയില്ലാത്തതുകൊണ്ടാണോ ദാനമായി തന്നെ? ക്രിസ്തുവിനെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വിലയില്ലാഞ്ഞിട്ടാണോ? രക്ഷ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു പറഞ്ഞാൽ വിലയില്ലാഞ്ഞിട്ടാണോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു പറഞ്ഞാൽ വിലയില്ലാഞ്ഞിട്ടാണോ? തിരുവചനം നമുക്ക് എന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നത് തിരുവചനത്തിന് വിലയില്ലാഞ്ഞിട്ടാണോ? ഇതിനെക്കാട്ടി വിലയുള്ള വേറെ എന്താ ഉള്ളത്? രക്ഷയെക്കാട്ടി വലുതായി വിലയുള്ളത് ഏതാ ഉള്ളത്? പരിശുദ്ധാത്മാവിനെക്കാട്ടി വിലയുള്ളതായിട്ട് ഏതാ ഉള്ളത്? പിന്നെ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇതിന് വിലയില്ലാത്തതാണെന്നോ? ഇപ്പം ഞാൻ പറയട്ടെ, ഓക്സിജന് വിലയില്ലാഞ്ഞിട്ടാണോ നിങ്ങൾക്ക് ഓക്സിജനെ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്? വെള്ളത്തിന് വിലയില്ലാഞ്ഞിട്ടാണോ വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നത്? ഓക്സിജനും വെള്ളവും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? നിങ്ങൾക്കത് ഏറെ അത്യാവശ്യം, നിങ്ങൾക്കത് വില കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നപ്പോൾ നമ്മൾ അതിനെ വിലയായിട്ട് കാണുന്നില്ലെന്നുള്ള, അത് നമ്മുടെ കുഴപ്പമാണ്. എന്നാൽ ദൈവത്തെ അറിയാവുന്നവർ, ദൈവത്തെ മനസ്സിലാക്കിയവർ, ദൈവത്തിൻ്റെ മഹത്വത്തെ, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ മഹത്വം. അല്ല ദൈവത്തിൻ്റെ വലിപ്പം അതൊക്കെ ഉണ്ടെങ്കിലും, എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിങ്കിങ്, ദൈവത്തിന് നമ്മളോട് കാണിച്ച സ്നേഹം, അങ്ങനെ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മ. നിങ്ങളിൽ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ വസിക്കാനായിട്ട് ഒരാളെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഒരു വിലയില്ല. എന്താ കാര്യം? ഒരു ഒന്നുമില്ല, ഞാൻ വിളിച്ചൊന്നുമല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയാണോ? പരിശുദ്ധാത്മ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞത്? കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ദൈവം തന്ന ദാനമല്ലേ അത്? നിങ്ങളെ ദൈവം സ്വന്തമാക്കിയതല്ലേ? കാരണം നിങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞല്ലേ, നിങ്ങളെ അവിടെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവത്തിൻ്റെതാക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്ത വില. ഇപ്പം നമ്മൾ വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സ്വന്തമാക്കുക എന്നല്ലേ? ദൈവം നമ്മൾ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി നിയമപരമായി കൊടുക്കേണ്ട എല്ലാ വിലകളും ദൈവം നിനക്ക് വേണ്ടി കൊടുത്തു. ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ അങ്ങനെ വല്ലതാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഞാൻ പറയുന്നത്, വചനം വായിക്കുമ്പോൾ വചനം വായിച്ചു വിടുകയല്ല വേണ്ടത്, ഇന്ന് നിൽക്കണം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശോധന, നിങ്ങൾ വിചാരിക്കുന്ന നമ്മൾ സാധാരണ വായിക്കാൻ ഉള്ളിലുണ്ട്, ഒരു വിലയും കൊടുക്കുന്നു. എന്നിട്ട് അതെങ്ങനെ വന്നു, എങ്ങനെ നിങ്ങളുടെ വന്ന് ഇരിക്കുന്നു, നിങ്ങളിരിക്കുന്ന വേറെ ആർക്കും കിട്ടാത്തതും
സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാത്രം ഇരിക്കുന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എനിക്ക് തന്നില്ല, എൻ്റെ വലിപ്പം കൊണ്ട് വന്നാൽ, എൻ്റെ മഹത്വം കൊണ്ട് വന്നാൽ ഞാൻ സംതിങ് ആയത്. നിശ്ചയമായിട്ട് നിങ്ങൾ സംതിങ് ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നത് സംതിങ് ആണെന്ന്. നിങ്ങൾ സംതിങ് ആണ് ദൈവത്തിന്. അതുകൊണ്ടാണല്ലോ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ കണ്ടത്. പക്ഷെ ആ സംതിങ്ങിനെ നിങ്ങൾ ഇതാക്കരുത്, എന്താ പറയുന്നത്, നിങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കരുത്. ഒരപ്പൻ മകനെ സ്നേഹിക്കുമ്പോൾ മകൻ അപ്പൻ്റെ സ്നേഹത്തിന് പാത്രമാകുമ്പോഴും ഒരിക്കലും മകൻ അപ്പൻ്റെ സ്നേഹത്തെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കുക. അത് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ എന്തൊരു കാര്യമെന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട്, കാരണം ദൈവം ദാനമായിട്ട് എല്ലാവർക്കും ഒന്നും കൊടുക്കത്തൊന്നുമില്ല. നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട്, നിങ്ങളെ ദൈവം വിലക്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക്, എന്നിട്ട് ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് എന്താ തന്നറിയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. ദൈവം ആത്മാവല്ലേ? ദൈവം ആത്മാവല്ലേ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ എന്നാ. ഈ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാ. എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും യേശുക്രിസ്തു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാ. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന് വന്നു എന്ന് പറഞ്ഞാൽ പിതാവും വന്നു, പുത്രനും വന്നു, പരിശുദ്ധാത്മാവും കൂടെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന അർത്ഥം. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത ഇത് മാത്രം താമസിക്കുന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വന്നു എന്നുള്ളതല്ല. ദ എൻറ്റയർ ട്രൈയൂൺ ഗോഡ് ഈസ് കമ്മിങ് ഇൻസൈഡ് യു എന്നുള്ളത് അതിൻ്റെ അർത്ഥം. പ്രത്യേകമായിട്ട് മനുഷ്യബുദ്ധി കാണുന്നെങ്കിൽ അതല്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്ന് നിങ്ങളുടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് അതിൻ്റെ ഒരു ഓപ്പറേഷണൽ പാർട്ട് എന്നുള്ളതേ ഉള്ളൂ. അവർ മൂന്ന് പ്രത്യേക എന്താ പറയുന്നത് പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ അവരൊന്നു തന്നെയാണ്. ദൈവത്തെയും വേണ്ട. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ പുത്രൻ വന്നു കഴിഞ്ഞാൽ പിതാവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിതാവും ഉണ്ട്, പുത്രൻ. ഇവർ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിട്ട് കാണുന്നത്. പറഞ്ഞ മനസ്സിലായി? അല്ലാതെ ഇവരെ പ്രത്യേകമായിട്ട് കാണും. അപ്പം നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ സിസ്റ്റം ഓഫ് ഗോഡ് ഈസ് കമ്മിങ് ഇൻസൈഡ് യു. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ദൈവം വസിക്കുന്നതിനെ സാധാരണ മനുഷ്യൻ എന്തെന്നാ പറയുന്നത്? ദൈവം വസിക്കുന്ന ഒരു സ്ഥലത്തിനല്ലേ ഇവിടെ മന്ദിരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിൽ ദൈവം വസിക്കും. ഇവിടെ നോക്ക്, ഇവിടെ മനുഷ്യൻ ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിനെ മന്ദിരം എന്ന് പേരിടുക. എന്നാൽ ഇവിടെ അങ്ങനല്ല. ദൈവം തെരഞ്ഞെടുത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ആ ഉള്ളിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തി ആ വ്യക്തി അതിനു വേണ്ടിയിട്ട് തന്നെത്താൻ ഒരുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? സാധാരണ ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്ന എന്നാ? ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു മന്ദിരം ഉണ്ടാക്കി ദൈവത്തോട് ഇതിനകത്ത് വന്നിരിക്കാനൊക്കെ ശലോമോൻ ചെയ്ത പോലെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരു സാധാരണ സിസ്റ്റം. പക്ഷേ പുതിയ ദൈവം നമ്മളോട് പറയുന്നതെന്ന് അറിയാമോ? എനിക്ക് വസിക്കാൻ, എനിക്ക് മന്ദിരമാകാൻ, എനിക്ക് വസിക്കാൻ ഞാൻ എൻ്റെ മന്ദിരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെ ഞാൻ എൻ്റെ മന്ദിരമാക്കി ഞാൻ നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ നേരത്തെ ദൈവം അങ്ങോട്ട് അറിയിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ആ ദൈവം എന്നിലേക്ക് വരുന്നല്ലോ എന്നുള്ള മഹത്വം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിന് വസിക്കാനായിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നിട്ട് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്നറിയാം. ഇവിടൊക്കെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. അങ്ങനെ തെറ്റിപ്പോയി നമ്മളെന്നറിയാം. ഇന്ന് മുതൽ ഞാൻ എന്തായി മാറി? ഇന്നലെ വരെ എൻ്റെ ഹൃദയത്തിനകത്ത് ഒന്നും ഇല്ലായിരുന്നു. ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിച്ച ഹൃദയം വന്ന് ഞാൻ ദൈവം വിളിച്ചു. അപ്പം ദൈവം നിന്നെ ആലയമാക്കി കഴിഞ്ഞാൽ നീ സ്വയം നിന്നെ ഒരു ആലയമാക്കി കാണണം. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനല്ല ഞാനിത് പറയുന്നത്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനല്ല ഞാനീ പറയുന്നത്. ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. ഇന്ന് മുതൽ നീ എന്തായിരിക്കുന്നു, നിന്നിൽ ആര് വസിക്കുന്നു, എൻ്റെ ട്രൈയൂൺ ഗോഡ് നിന്നിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള ആ സത്യം, ആ സത്യത്തെ മനസ്സിലാക്കി അതിന് വില കൊടുക്കുമ്പോൾ മാത്രമേ ആ ട്രൈയൂൺ ഗോഡ് നിന്റെ ജീവിതത്തിൽ വസിക്കത്തുള്ളൂ. അധികം നാളൊന്നും ദൈവം അധികം നാൾ നിൽക്കത്തില്ല അതിന് കൊടുക്കേണ്ട വില കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന ദൈവം എങ്ങനെ എന്നെ വില കൊടുത്തു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലായല്ലോ. വില കൊടുത്തു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലായല്ലോ. നിയമപരമായിട്ട് നിന്നെ നിത്യ നരകത്തിൽ നിന്നും നിന്നെ ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വില കൊടുത്ത്, ദൈവം കൊടുത്ത വില എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങുന്നത് എന്തിനാ? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വിലയ്ക്ക് വാങ്ങിച്ചാൽ എന്തിനാ?
അത് നമ്മുടെ സ്വന്തമാക്കാനാണ്. അപ്പൊ ദൈവം നമ്മളെ വിലക്ക് വാങ്ങിയത് എന്തിനാ? നമ്മളെ ദൈവത്തിന്റെ സ്വന്തമാക്കാൻ. ദൈവത്തിന്റെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പറയരുത് ഇനി നീ നിന്റേതല്ലെന്ന്. ഇതുവരെ നീ നിന്റേതായിട്ട് ജീവിച്ചത് കൊണ്ടല്ല നീ ആർക്കും അല്ലാത്തതായി തീർന്നത്. അപ്പൊ ഇനി നീ നിന്റേതാണ്, ഇനി എൻ്റെ അടുത്ത് പോവാ, എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഒരു അപ്പൻ മകനെ സ്വന്തമാക്കുമ്പോൾ ആ അപ്പന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നമുക്കറിയാലോ, ഉടാവ് പുത്രൻ മീൻസ് മുടിയായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ തിരിച്ച് വീട്ടിലേക്ക് എടുത്ത് അപ്പന്റെ സ്വന്തമാകുമല്ലേ ചെയ്യുന്നേ, അല്ലെ? അങ്ങനെ അപ്പൻ നമ്മളെ സ്വന്തമാക്കി. ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ഇനി ഞാൻ ഇവിടെ നിർത്താൻ, ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ. എന്നിട്ട് അവിടെ പറയുന്നു, വന്നുനിന്നും നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. താന്താങ്ങൾക്കുള്ളവരെന്ന് പറയുന്നതിന്റെ പിന്നിലൊരു അർത്ഥം ഒന്നുകൂടെ പറയാമോ? താന്താങ്ങൾക്കുള്ളവരല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങി. ഇനി പഴയതുപോലെ താന്താങ്ങൾക്കുള്ളവരെന്നാൽ ഇനി പഴയതുപോലെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ പാടില്ല. കാരണം നമുക്കൊരു രീതിയുണ്ട്, നമുക്കൊരു സിസ്റ്റമുണ്ട്. കാരണം മുടിയനായ പുത്രൻ വീട് വിട്ട് പോയി, ശരി തന്നെ, അത് നീ നിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനല്ലേ പോയത്. അങ്ങനെ പോയിട്ട് ജീവിച്ചിട്ട് വന്നെല്ലാം അറിഞ്ഞല്ലോ. നീ എന്താണ് നിന്റെ ഇഷ്ടം കൊണ്ട് ജീവിച്ചാൽ എങ്ങനെ വരുമെന്നൊക്കെ നീ മനസ്സിലാക്കിയല്ലോ. ലോകത്തിന്റെ ഇഷ്ടത്തിന് പോയാൽ എന്താണ് നിനക്ക് കിട്ടാൻ പോകുന്നത് മനസ്സിലായല്ലോ. പിശാചിന്റെ ഇഷ്ടത്തിന് പോയാൽ എന്താ കിട്ടാൻ പോകുന്നത് നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഇനി ഞാൻ അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്, ഇനി ഞാൻ നിന്റെ സ്വന്തമാക്കി, ഇനി നിന്നിലുള്ള കൺട്രോളൊക്കെ തന്നെ. അപ്പൊ നീ എന്ത് ചെയ്യണം? നിന്നെ തന്നെ എൻ്റെ രീതിയിൽ സമർപ്പിക്കണം. നമ്മുടെ വീട്ടിനൊരു സിസ്റ്റമുണ്ട്, നമ്മുടെ കുടുംബത്തിനൊരു സിസ്റ്റമുണ്ട്, പുതിയ മനുഷ്യനൊരു സിസ്റ്റമുണ്ട്, ദൈവത്തിനൊരു സിസ്റ്റമുണ്ട്. ഇഷ്ടം പോലെ അത് നിങ്ങൾക്ക് ഇവിടെ, അതാ പറഞ്ഞ സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിച്ചോ, നോ പ്രോബ്ലം. ബട്ട് അവിടെ എന്ന് പറഞ്ഞാൽ അതിന് സിസ്റ്റമുണ്ട്. അവിടെ അത് ദൈവത്തിന്റെ സിസ്റ്റം, അത് ദൈവഹിതമാണ്. മനസ്സിലായി? അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. പരിശുദ്ധാത്മ നിങ്ങളിലേക്ക് വന്നു. പരിശുദ്ധാത്മ അപ്പം നിങ്ങൾ ആ ഒരു വിചാരത്തിൽ ജീവിക്കണം. നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടെ, ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങളെ ദൈവത്തിന്റെ മന്ദിരമാക്കിയത്? ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് നിങ്ങൾ എന്നുള്ള ഐഡന്റിറ്റി, പല പല കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കണം. അതിൽ ഒരു ചെറിയ കാര്യം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. നിങ്ങളെ എന്തിനാണ് ദൈവം മന്ദിരമാക്കിയത്? നിങ്ങളെ എന്തിനാ ദൈവം മന്ദിരമാക്കിയത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒരു മന്ദിരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മന്ദിരത്തിൽ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം വരും, അല്ലേ? അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളെ ദൈവം മന്ദിരമാക്കുമ്പോൾ നിങ്ങളിൽ കൂടെ ദൈവം ലോകത്തിന് പ്രകടമാകാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മന്ദിരമാക്കും? ഈ വീടില്ല ദൈവം മന്ദിരമാക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ചാൽ അതിൻ്റെ അർത്ഥമല്ല. ദൈവം ഈ വീട്ടിലൂടെ ഈ ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ദൈവം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ല, ഇപ്പം നിങ്ങളെ മന്ദിരമാക്കുമ്പോൾ നിങ്ങളിൽ കൂടെ ദൈവം എന്തെന്ന് ലോകത്തിന് പ്രകടമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നല്ലേ? ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു. അവരെ ദൈവത്തിന്റെ ജനമാക്കി, അല്ലേ? ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ അതെല്ലാം അവരിൽ കൂടെ പ്രകടമാക്കി ദൈവം ജനങ്ങളിൽ കൂടെ മനുഷ്യർക്ക് പ്രകടമാക്കി കാണിച്ചു കൊടുത്ത് എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കി അവരെ ആ രീതിയിൽ വരാനും അവരിലും പിന്നെ ദൈവം പ്രകടമാകും. അതിലല്ലേ? പക്ഷേ ഇത്രയൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ വല്ലതും ആണോ ജീവിക്കുന്നത്? അങ്ങനെ വല്ലതും ആണോ ജീവിക്കുന്നത്? നമ്മുടെ ഇപ്പോഴും ഉള്ള ചിന്ത എന്താ? ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പിന്നെ ക്രിസ്ത്യാനിയായി, അതുകൊണ്ട് എനിക്ക് കുറച്ച് നന്നായിട്ടൊക്കെ ജീവിക്കണം, ഞായറാഴ്ച ആരാധന. ഇതല്ലേ നമ്മളെ തന്നെ കാണും. ഇതാണോ ദൈവം നമ്മളെ തൻ്റെ മക്കളാക്കി വരുന്ന കൂടെ ദൈവം ഉദ്ദേശിച്ച കാര്യം? ഒരു ഞായറാഴ്ച മാത്രം ചർച്ചിൽ പോകുന്നതുകൊണ്ടോ കുറച്ച് ബൈബിൾ വായിച്ചുകൊണ്ടോ ഞാൻ ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ക്രിസ്ത്യ ജീവിതമാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങളിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ആ ക്രിസ്തുവിനെ ദൈവത്തിന് പ്രകടമാകാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതമാണോ ക്രിസ്തുവിന് ആവശ്യമുണ്ട്, ദൈവത്തിന് ആവശ്യമുണ്ട്?
അപ്പോൾ ക്രിസ്തു നിങ്ങളെ ആലയമാക്കി കഴിഞ്ഞാൽ നിങ്ങളല്ലല്ലോ നിങ്ങളുടെ, അത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിലല്ല, പിന്നെ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾക്ക് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പഴയ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കരുത് എന്നല്ലേ. നിങ്ങളുടെ സ്വന്തമല്ല എന്ന് പറഞ്ഞാൽ പഴയ സംസാര രീതി പാടില്ല, പഴയ ജീവിത രീതി പാടില്ല. അപ്പം ഞാനല്ലേ നിങ്ങൾ ജീവിതത്തിരിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ലേ തന്നിരിക്കുന്നത്, നിങ്ങൾ സമ്മതിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ദൈവവൈദ്യം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ അതിനകത്ത് വന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ പഴയ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിച്ചു, ഇഷ്ടം പോലെ സംസാരിച്ചു, ഇഷ്ടകാര്യങ്ങൾ ചെയ്തു, അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അത് പക്ഷെ നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾ അറിയാൻ വയ്യ. പക്ഷെ ഇന്ന് ദൈവം നിങ്ങളെ മന്ദിരമാക്കി, അത് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങളെ സ്വീകരിച്ചത്, നിങ്ങളെ മന്ദിരമാക്കിയത്. പക്ഷെ ഇനിയൊരു കാര്യം, നിങ്ങൾ എന്താണെന്നുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ആരിഷ്ടമാണ് ചെയ്യുന്നത്, ആരെ പ്രകടിപ്പിക്കാനാണ് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ പണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ജീവിച്ചിരുന്നത്, പക്ഷെ ഞാനല്ല, ഇനി എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ദൈവത്തിന് ജീവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് നിന്നെ ആലയം എന്ന് പറയുന്നത്. ഈ സത്യം പലരും കേൾക്കുമായിരിക്കും, പലരും കേൾക്കും. പക്ഷെ കേട്ട് കഴിഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ ആ സത്യത്തിന് നമ്മളെ സമർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ ആ വചനം കേട്ടത് കൊണ്ട് അത് വിശ്വാസമായി പരിണമിച്ച് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുന്നു. അപ്പം നിങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പഴയതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെ കൊണ്ടുപോയല്ലോ, ഇനി അത് പാടില്ല. നിങ്ങൾ ആരെയാണ് പ്രതിനിധാനം? ഒരു വാക്യം കൂടെ വായിച്ചേ, ഇന്നത്തെ കാരണം ഇന്ന സമയമാകുന്നല്ലോ, അതുകൊണ്ട് അതിനകത്ത് അതിൻ്റെ നമ്മൾ വായിച്ച എഫെസ്യരുടെ പുസ്തകത്തിനകത്ത് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമായിരുന്നല്ലോ നമ്മൾ വെച്ചാൽ അതൊന്നുകൂടെ വായിക്കാം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു അല്ലേ? 5:7-8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. മുമ്പേ നിങ്ങൾ ലോകത്തിനുള്ളായിരുന്നു, നിങ്ങൾക്ക് ലോകത്തിന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ജീവിക്കാമായിരുന്നു, നിങ്ങളുടേതായിരുന്നു അല്ലേ? അപ്പൊ ഇനി എന്താ നിങ്ങൾ ചെയ്യണ്ടേ? കർത്താവിൽ നിങ്ങൾ എന്തായിരുന്നു? ഇപ്പോഴും നിങ്ങൾ കർത്താവിൽ, കർത്താവ് എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? കർത്താവിൽ വെളിച്ചമാകുന്നു. പഴയ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത രീതിയെ കുറിച്ച് പറയുമ്പോൾ ഇരുളെന്നാ പറയുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങൾ എന്താ ഇപ്പോഴെന്താ വന്നേ? കർത്താവിന്റെ വെളിച്ചം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ വെളിച്ചം. അപ്പൊ വെളിച്ചം എന്തിനാ? ഇരുളിലുള്ളവർക്ക് പ്രകാശിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ നിങ്ങളിലൂടെ കർത്താവിന്റെ വെളിച്ചം ഇരുളിലുള്ള ഈ ലോകത്തിന് പ്രകാശിച്ച് ലോകം നിങ്ങളിലുള്ള കർത്താവിനെ കാണണം, നിങ്ങളിലുള്ള വെളിച്ചത്തെ കാണണം. എന്നിട്ട് അവർക്കും ശരി ഏത് തെറ്റ്, അവരേതാണ് ഫോളോ ചെയ്യേണ്ടത്, നല്ല സത്യം അറിയാൻ അവർക്ക് നിങ്ങളിലുള്ള വെളിച്ചം കാരണമാകണം. ഓക്കെ, ഇനി ഞാനിപ്പോ അതുകൊണ്ടാണ് 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 14-ാം വാക്യത്തിൽ എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയമായിട്ട് മരിച്ച ജനങ്ങളുടെ ഈ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ആരെന്നുള്ള സത്യം മനസ്സിലാക്കാതെ നമ്മൾ ഈ മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പം ദൈവം തന്റെ ദൃഷ്ടി നോക്കിയിട്ട് പറയാ, നിന്നെ ഒരിക്കലും എനിക്ക് മരിച്ചവനെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നീ എന്നെ രക്ഷിതാവായി സ്വീകരിച്ചതും നീ എന്നിൽ കൂടെയുള്ള രക്ഷ പ്രാപിച്ചതും നീ ജീവനുള്ളവനാ. പക്ഷെ നിന്നെ നോക്കിയാലുണ്ടല്ലോ ഈ മരിച്ച ജനങ്ങളുടെ പോയി കിടന്ന് ഉറങ്ങുക. ഈ മനുഷ്യൻ ഡെഡ് ബോഡിയുടെ കൂടെ കിടക്കുന്ന, മോർച്ചറിയിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ജീവനുള്ള മനുഷ്യരെ പോലായിരിക്കുന്നു നീ എന്ന് പറഞ്ഞാൽ നീ നിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നില്ല. നീ ജീവിച്ചിരിക്കേണ്ടവനാണെന്നും മോർച്ചറി കിടക്കേണ്ടവനല്ലെന്നും നിനക്കൊരു വേറൊരു ഹാബിറ്റാറ്റ് ഉണ്ടെന്നും മനസ്സിലാക്കാതെ നീ ഇവരിൽ ഒരാളായിട്ട് നിന്നെ തന്നെ എണ്ണി ജീവനുണ്ടെന്നുള്ള ഒരു പേര് മാത്രം. ലവോദിക്ക സഭയോട് പറയുന്നത് പോലെ നിനക്ക് ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, പക്ഷെ നീ മരിച്ചവനാ. അതുപോലെ നമ്മളിൽ പലരും, നമ്മളിൽ വന്ന വ്യത്യാസവും നമ്മളിൽ വന്ന ജീവനും നമ്മളിലുള്ള കർത്താവ് വന്നതും അതൊന്നും നമ്മളിനെ കാര്യമായിട്ട് കണ്ടിട്ടേ ഇല്ല. നമ്മൾ ഇപ്പോഴും ഇവരിൽ ഒരാളായിട്ട് ഇന്ന് എന്തോ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് അതിൻ്റെ കൂടെ കയറിയാൻ കിടക്കുക. അപ്പൊ അന്നേരം അവിടെ പറയുന്നത് എന്തറിയാമോ? ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും
എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നറിയാമോ? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിച്ച് നീ ഒരു വെളിച്ചമായിട്ട് ഈ ലോകത്ത് നിൽക്കണമെന്ന്. പക്ഷെ നീ ഇതിൻ്റെ കൂടി ഇങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് നിന്റെ മേൽ പ്രകാശിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിന്നെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചോ? ഈ ലോകത്ത് എന്നെ റെപ്രസെന്റ് ചെയ്ത് എൻ്റെ അംബാസിഡറായിട്ട് നിന്ന് എന്നെ പ്രതിഫലിപ്പിച്ച് എൻ്റെ വെളിച്ചമായിട്ട്. കാരണം ഇപ്പം നമ്മളറിയാമല്ലോ, നമുക്ക് വെളിച്ചമില്ലെന്നറിയാം, പക്ഷെ നമ്മളിൽ ചന്ദ്രനിൽ വെളിച്ചമില്ലെങ്കിലും സൂര്യന്റെ വെളിച്ചമാണ് ചന്ദ്രൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് സ്വയം വെളിച്ചമില്ലെങ്കിലും നമ്മളിൽ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് നിനക്കുള്ളത്. പക്ഷെ നമ്മൾ അവരുടെ ഒരാൾ പോയി കിടക്കുക, പിന്നെങ്ങനെ നമ്മൾ എവിടെ നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കുന്നത്? അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിനകത്ത് പറയുന്ന അവിശ്വാസികളോട് ഇണയില്ല, പിണക്കൂടരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് അവിശ്വാസികളോട് ഇണയില്ല. ഇവിടെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അതിനകത്ത് പിന്നിലുള്ള കാര്യം എന്നാ? ഇണയില്ല പിണക്കൂടരുതെന്ന് പറയുന്നതിന്റെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തില് നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരായിട്ടാ വിളിച്ചത്? നീതീകരിക്കപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്തിന്റെ നീതീകരിക്കപ്പെട്ട ഒരാൾ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുക ദൈവം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ? നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു കൂട്ടാം എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ നീതി നിങ്ങൾക്ക് കിട്ടി, ദൈവിക ആ നീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആ ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് പതുക്കെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തിനാ പഴയ അവരോട് പോയി നിൽക്കുന്നത്? നീ ഒരു ഈഗിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ കാക്കേൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കി നമ്മൾ ഈ ലോകത്തിൽ നിന്നൊരു സെപ്പറേഷൻ കാണിക്കണം, സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ അവരുടെ സാധനങ്ങൾ വാങ്ങിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അവരോട് കൂടെയുള്ള കൂടുതലുള്ള ഇടപാട് അത് പാടില്ല. കാരണം നീ ആരാണെന്നുള്ള നിന്നിൽ അങ്ങനാണെങ്കിൽ നിന്നിൽ ക്രിസ്തുവിന് ശോഭിക്കാൻ കഴിയത്തില്ല. നീ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നിന്റെ നേച്ചി എന്ന് പറഞ്ഞാലും അവസാനം ഞായറാഴ്ച മാത്രം ചെന്ന് പറഞ്ഞാലും അങ്ങനെ ശോഭിക്കാൻ പറ്റില്ല. ഇവിടെ നോക്ക്, അവിശ്വാസികളോട് ഇണയിലെ പിണകൂടരുതെന്ന് പറഞ്ഞാൽ അവരോട് സംസാരിക്കരുതെന്നോ അവരോട് ഇടപെടരുതെന്നോ ഒന്നും അല്ല. എന്നാലും നിങ്ങളുടെ ഡീലിങ്സും ഇടപാടുകളും ഒന്നും നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾ എപ്പോഴും വിശ്വാസികളിലൂടെ ചെയ്യാൻ ശ്രമിക്കണം. ദൈവമക്കൾ വെളിച്ചത്തിൻ്റെ കൂടെ. വെളിച്ചമക്കൾക്ക് ഒരിക്കലും ഇരുളിനോട് കൂട്ടായ്മയില്ല. പരുന്തിനൊരിക്കലും കാക്കയുടെ കൂട്ടില്ല, കാക്കയുമായിട്ട് ചേരാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം, നിങ്ങളുടെ കോള് മനസ്സിലാക്കണം, വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങളെ എന്തായി വിളിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വില കൊടുത്ത് ദൈവം നിങ്ങളെ സ്വന്തമാക്കിയതും ദൈവത്തിന്റെ ജനമാക്കി മാറ്റിയതും. നമുക്ക് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ എന്താ വായിക്കുന്നത്? ദൈവം ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യരുമായിട്ട്, സാധാരണ മനുഷ്യരുമായിട്ട് സമ്പർക്കമാകാം. അവരോട് അല്ലേ സുവിശേഷം പറയേണ്ടത്? ലോകത്തിന്റെ വെളിച്ചമാകുമ്പോൾ അവരോടൊക്കെ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ പഠിപ്പിക്കാം. പക്ഷേ നമ്മുടെ കൂടുതൽ ഡീലിങ്സും ഇടപാടുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് എപ്പോഴും ദൈവമക്കളുടെ കൂടെ ആകാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? പരുന്തായി മാറിയാലും കാക്കയുടെ കൂടെ പിന്നെയും ജീവിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ആ പരുന്തിന്റെ സ്വഭാവത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. നിങ്ങളെ പറയുന്നത് മനസ്സിലാക്കുക. കാക്കയ്ക്ക് പരുന്താകാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടും അവൻ്റെ ഐഡന്റിഫൈ ചെയ്യാതെ മനസ്സിലാക്കാതെ അവൻ വീണ്ടും കാക്കയുടെ കൂടെ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെ പരുന്തിന്റെ സ്വഭാവത്തിലേക്ക് വരും? അവൻ എങ്ങനെ ഉയരങ്ങളിൽ പറക്കാൻ കഴിയും? നമ്മളിൽ വന്ന നമ്മളിൽ വന്ന തെരഞ്ഞെടുപ്പ്, നമ്മളിൽ വന്ന വ്യത്യാസം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുകയും നമ്മൾ ക്രിസ്ത്യാനികളായെന്ന് പറയുകയും ആ സത്യത്തിനനുസരിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കാതെയും അതനുസരിച്ച് നമ്മളെ തന്നെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെയും അതിൻ്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കാതെയും ഈ ലോകത്തിലുള്ള ഒരാൾ നന്നായി ജീവിക്കാൻ വേണ്ടി എടുത്തൊരു മാർഗമായിട്ട് ക്രിസ്തുമാർഗത്തെ കാണുകയും ചെയ്താൽ നമുക്കൊരിക്കലും ആ ലക്ഷ്യത്തിലെത്താൻ കഴിയത്തില്ല. പിന്നെയോ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കണം, നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം. ദൈവം എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്? എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെ സമർപ്പിക്കണം. അതാണ് പറയുന്നത്, അറിയുക, എണ്ണുക, സമർപ്പിക്കുക. This is a very important principle which has to work in your life. ദൈവം നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ തീരുമാനത്താൽ അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു. നല്ല ദിവസമായി
സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹമായ അല്പസമയം തിരുസന്നിധിയിലായിരിക്കും ദൈവയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അടിയങ്ങളുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി തന്നതിനും അടിയങ്ങൾ എപ്പോഴും അതിനെ ഓർക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് സമർപ്പിക്കുവാനും അടിയങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം തന്നതിനായിട്ടും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്നും അടിയങ്ങൾ പുതിയ സൃഷ്ടിയാണെന്നും ഒക്കെയുള്ള ഒരുപാട് സത്യങ്ങൾ അടിയങ്ങൾക്ക് മനസ്സിലാക്കി വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ആ ഒരു സത്യത്തിൽ നടക്കുവാൻ അടിയങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. പരിശുദ്ധാത്മാവ് അടിയങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ദൈവമേ എല്ലാവരിലും പ്രവർത്തിക്കാൻ ഇടയാകണമേ. അവരതിനെ ആഗ്രഹിക്കുവാൻ ഇടയാകണമേ. ആ രീതിയിൽ അവർ ജീവിച്ച് അവരിലുള്ള ദൈവികത്വത്തെ ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ കർത്താവിൻ്റെ വെളിച്ചമായി നിൽക്കുവാൻ അവർക്കിടയാകണമേ. ദൈവമേ സ്തോത്രം. ആരും ദൈവമേ സ്തോത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് പോയി കിടക്കുവാൻ ഇടയാകാതെ അവർ എഴുന്നേൽക്കുവാൻ ഇടയാകണമേ. ബുദ്ധിഹീനത കാണിക്കാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ സമയത്തെ തിരുവാതിൽ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ കൂട്ടങ്ങൾ അവസാനിപ്പിക്കും. ദൈവമാടികളോട് സംസാരിച്ചിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേട്ടതെല്ലാം അടിയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അനുവദിച്ചാട്ടെ. എല്ലാ മഹത്വവും തിരുമേനിക്കാൻ പ്രാർത്ഥന സ്തോത്രം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ഇപ്പോൾ പിതാ Corinthians 12 verse 9 to 10, it says, my grace is sufficient for you, for my power is made perfect in weakness.